യുഎസ്എസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനും അതിന്റെ ആൻസറും നമ്മൾ നോക്കിയാലോ. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം യുഎസ്എസിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ് വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ഏതാണ്? വർഷം നമുക്കറിയാം എല്ലാവർക്കും 1498 അല്ലേ? ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് അറിയാം. അങ്ങനെ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം, ഇന്ത്യ വിട്ടുപോയിട്ടുള്ള അവസാനത്തെ പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തി ആരാണ്? അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. മക്കളെ നിങ്ങൾ നോക്ക്, ബ്രിട്ടീഷുകാർ 1947 ഇന്ത്യ വിട്ടുപോയത്. ആ സമയത്തും ഇന്ത്യ വിട്ടു പോകാതിരുന്ന യൂറോപ്യൻ ശക്തികളുണ്ട്. അതിനകത്ത് ഫ്രഞ്ചുകാർ 1954, പിന്നെ പോർച്ചുഗീസ് ആണ് 1961. ഇനി ഈ വർഷങ്ങളൊക്കെ പഠിക്കുന്നത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നിങ്ങൾ നോക്ക്, 1947 എന്നുള്ള വർഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഈ പറഞ്ഞ 7 നിങ്ങൾ നോക്ക്, 47 7 കൂട്ടിക്കഴിഞ്ഞാൽ 54 നിങ്ങൾക്ക് കിട്ടും. അതിനോട് ഇതേപോലെ വീണ്ടും ഒരു 7 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 61 നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. അങ്ങനെ വർഷം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഒറ്റ കാര്യം, ആദ്യം പോയത് ഫ്രഞ്ചുകാരാണോ ബ്രിട്ടീഷുകാർ പോയതാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ചോദ്യം, ഫ്രഞ്ചുകാരാണോ അതുപോലെ പോർച്ചുഗീസ് ആണോ ഫസ്റ്റ് പോയത്? മക്കളെ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഈ പറഞ്ഞ ഇന്ത്യ വിട്ടുപോയിട്ടുള്ള ഫസ്റ്റ് ആൾക്കാർ ആരാണ്? ഫ്രഞ്ച് ആണ്. അപ്പൊ ഫസ്റ്റ് എഫ് ഫ്രഞ്ച്. അവർക്ക് പുറകെ പോയ ആൾക്കാർ പുറകെ അപ്പൊ POR പോർച്ചുഗൽ. കണ്ടോ, പുറകെ പോയത് പോർച്ചുഗൽ. അങ്ങനെ അവരെയും വർഷം എന്തെങ്കിലും കിട്ടും. അപ്പൊ വർഷങ്ങളും അതേപോലെ തന്നെ ആരൊക്കെയാണ് എന്നുള്ളതും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് സൈലത്തിന്റെ അവഞ്ചേഴ്സ് ബാച്ച്. അവഞ്ചേഴ്സ് ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ് എവരിവൺ.